ഇന്നത്തെ അങ്ക് ഇവിടെ തുടങ്ങും കേട്ടോ. രാവിലെ എണീറ്റ് ബിസ്ക്കറ്റൊക്കെ തിന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പം അടുക്കളയിൽ എന്തെങ്കിലും രാവിലെ മനുഷ്യരുടെ കൂട്ട് തന്നെ കേട്ടോ. ഇവർക്കും അന്നേരമാണ് വിശപ്പേ. അപ്പം ഞാൻ നോക്കിയപ്പോൾ തലേദിവസം ചിക്കൻ മേടിച്ചുകൊണ്ട് വന്നതിൻ്റെ അകത്ത് ഇവർക്ക് വെച്ചതിൻ്റെ അകത്ത് ഞാൻ കൊണ്ടുവന്ന കാല് രണ്ടെണ്ണം നന്നായിട്ട് കഴുകുക, ഒപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ. അപ്പം ഞാൻ രണ്ടുപേർക്ക് ഓരോന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ചെറിയൊരു വിശപ്പിന് ശമനമാവുമല്ലോ. അപ്പം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രണ്ടുപേരും കട്ടിലേ കിടന്ന് ഉരുളലായി മറിയലായി. രാവിലെ ഇത്തിരി എനർജി കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഭയങ്കര ബഹളമാണ് കേട്ടോ. ഒന്നുകിൽ പുറത്തോടെ ഇല്ല കോഴിയോ കൊക്കോ അല്ലെ പട്ടിയോ പൂച്ചയോ എന്ത് പോയാലും രണ്ടെണ്ണവും ഭയങ്കര എനർജി കേട്ടോ. കിടന്ന ജനൽ ഡോറ് തുറക്കുന്നില്ലല്ലോ, ജനൽ തുറന്നിട്ടേക്കില്ല. അപ്പട്ടെ കിടന്നാണ് അംഗം മുഴുവനും കേട്ടോ. ഒരെണ്ണത്തിനെയും വെളിപ്പെടുത്തില്ലാത്ത പോലെയാണ് ഓരോ ദിവസവും ഓരോ അംഗവും തുടങ്ങുന്നത് കേട്ടോ. രാവിലെ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞ് കഴിയുമ്പം നല്ല എനർജി അല്ലേ ഇവർക്ക്. അതായത് ഈ ചൂട് ഇല്ലാത്ത സമയം, മനസ്സിലായോ? ചൂടുള്ള സമയം ഇതുങ്ങൾ അവിടെ ഇവിടെയെല്ലാം മാറി മറിച്ചൊക്കെ കിടക്കുകയുള്ളൂ കേട്ടോ. പക്ഷേ ചൂടില്ലാത്തപ്പോൾ അതിരാവിലെയൊക്കെ ഇവർക്ക് ഭയങ്കര കളിമൂടാണ് കേട്ടോ. കളിച്ച് പെറുക്കി ഒരു ഓളമൊക്കെ വെച്ച് ഇങ്ങനെ ഭയങ്കര എനർജി ആയിരിക്കും അവർക്ക് കേട്ടോ. അപ്പം നമ്മളെ പേരയ്ക്കായോ എല്ലാം മുഴുവൻ എന്താ പറയുക കുളവാക്കി ഇട്ടേക്കും കേട്ടോ. അത് കഴിഞ്ഞൊന്ന് നൂർത്തിയൊക്കെ ഇട്ടാൽ മാത്രമേ അതങ്ങനെ തന്നെ കിടക്കുള്ളൂ കേട്ടോ. പിറ്റേ ദിവസം രാവിലെ വരെ ഏകദേശം അങ്ങനെ കിടന്നുള്ളൂ കേട്ടോ. പക്ഷേ രാവിലെ ഒരു ബഹളം. സ്ഥലം വിട്ടു പാട്ടനൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ ആ വെള്ളപ്പൊക്ക്. മാറ നേരെയാക്കട്ടെ. കുളവാക്കി ഇടുമല്ലോണ്ട്. പട്ടി പോയില്ലേ? പിന്നെ അത് പോയിന്നേ. കാറ്റത്ത് മണ്ടയിലെ ഡോറടഞ്ഞു, അതുകൊണ്ട് ആ മണ്ടയിൽ പോയി നിൽക്കത്തില്ല. കാർക്ക് ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. ഇച്ചു മുള്ളാൻ പോണ്ടേ? പോണോ? എന്തിയ ബെൽറ്റ് എന്തിയ വെച്ചില്ലേ? ലീഷ എന്തിയ ലീഷ? അയ്യോ സഹിക്കുന്നില്ല മണ്ടയിലോട്ട് പോകുന്ന കണ്ടിട്ട്. ഉരിപ്പ് പോയാലോ? ചിച്ചു മുള്ളാൻ പാ. പാ എന്നിട്ട് പാവം വയ്ക്കാം. എന്നിട്ട് പാവം വയ്ക്കാം. എന്താ എന്തിയ കൊച്ചിൻ്റെ ലീഷ്? വർത്താനക്കാരാ. ഇതാ കുട്ടായി എന്തിയ ബെൽറ്റ് കൊച്ചിൻ്റെ? അത് തന്നെ മിടുക്കൻ കൊച്ചിന് മിടുക്കൻ. എന്നാ വാ വാ വാ. പൊന്നേ. പിന്നെ എന്തിനാ അങ്ങനെ ഓടിയതാ? ഇതാ നീ തന്നെ തോളലിട. ഇടാ 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 ഇടാ. നമസ്കാരം മതിയാ.
കട്ട വെയിറ്റിങ്ങാണ്. ചെല്ലേ ഇപ്പോൾ പാവം വെച്ച് മമ്മി ഫാനൊക്കെ ഇട്ടാ പോകുന്നു. ഇപ്പോൾ അവിടെ ഫാൻ ഇട്ടിട്ടുണ്ട്. കൊച്ചവിടെ പോയി കിടന്നു. അമ്മയുടെ പൊന്നല്ലേ. അവളെയും കൊണ്ടുവന്നില്ലല്ലോ. ആ മെടുക്കൻ. പറഞ്ഞോട്ടോ, ഇപ്പോൾ വരാവേ. ഇപ്പോൾ വർത്താനം പറയാൻ എനിക്ക് പറ്റുമായിരുന്നു. പിണങ്ങിയുള്ള കിടപ്പ് ഒന്ന് ആലോചിച്ച് നോക്കും. ഇതിനൊക്കെ ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടാണ് ഓരോ കാര്യങ്ങൾ. ഇത്തിരി ഏറെ നേരം എന്നെ നോക്കി വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പം ഞാൻ ലൈറ്റും ഇട്ട് ഫാനും ഇട്ട് കൊടുത്തു. അപ്പം കിടന്നുറങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് നേരം തൂത്ത് തിരുമ്മയൊക്കെ ഇരുന്നപ്പോൾ അവിടെ കിടന്നുറങ്ങി കേട്ടോ. അപ്പോൾ അവൾ മിക്കവാറും ഒന്നുകിൽ മണ്ടേ പോയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും മറിച്ചൊക്കെ. അവൾക്ക് എപ്പോൾ പുറത്ത് പോകണം അവൾ വന്ന് വാതിലിനടുത്തിരിക്കും. അവളെ തുറന്നു വിടണം കേട്ടോ, ഇല്ലേ അവൾ സമ്മതിക്കത്തില്ല. അപ്പോൾ എപ്പോഴും ഒന്നും അവൾ ഉള്ളിൽ കാണത്തുമില്ല. അപ്പോൾ ഇവനെ അവൾ മണ്ടേ പോയിരുന്നുണ്ട്. അവൻ ഉറക്കം വന്നുകൊണ്ട് അവനെ ഇങ്ങനെ എൻ്റെ ചുറ്റിപ്പറ്റി നിൽക്കുക കേട്ടോ. ലാസ്റ്റ് അവനെ ഞാൻ അവിടെ കൊണ്ടുകൊടുത്ത് കഴിഞ്ഞപ്പോൾ ഇത്തേരം കിടന്നുറങ്ങി കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഇത്തിരി പണി തീർന്നു കഴിഞ്ഞപ്പം വൈകിട്ടത്തെ പാത്രമൊക്കെ കിടന്നു വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ വീണ്ടും എൻ്റെ കൂടെ ഇറങ്ങി വന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ആ അടുക്കളയിൽ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ, എന്നെ വെയിറ്റ് ചെയ്ത് ഒത്തിരി നേരം ഇരുന്നു കേട്ടോ. അപ്പം പാത്രമൊക്കെ ഇടുമ്പം എന്തെങ്കിലും കറിയുടെയൊക്കെ ബാലൻസ് വരുമ്പോൾ നോൺ വെജ് എന്തെങ്കിലും ആ കുഞ്ഞുവായി വെച്ച് കൊടുക്കുമല്ലോ. അപ്പോൾ അതും പ്രതീക്ഷിച്ചാണ്. അത് കഴിഞ്ഞ് പിന്നെ തട്ടിമുട്ടി ഇരുന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ പാത്രമൊക്കെ ഇട്ട് പെട്ടെന്ന് ഞങ്ങൾ പോയി കിടക്കുക കേട്ടോ ചെയ്തത്. അപ്പോൾ ഇന്നിപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അതാ ഈ ചച്ചുക്കുട്ടീനെ കാണത്തില്ലാത്ത കേട്ടോ. മിക്കവാറും